ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക്. മീ ആൻഡ് ഷൂ. അപ്പോൾ നമ്മളിന്ന് ഇത് ടെഫ്റ്റ് ഓട്ടോൻ്റെ സീരിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഫ്രാങ്കിൽ മിക്കവാറും നമ്മളെ സെറ്റ് ചെയ്ത് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാം ഒക്കെ മടുപ്പാണ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് നമ്മളെ കയ്യിൽ ഫ്രാങ്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സിഗ്നൽ പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമുക്കതായാലും അടുത്ത് നിന്ന് ഇട്ടോക്കട്ടെ. നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് അവിടെ നല്ല സിഗ്നൽ ഇഷ്യൂ ഉണ്ട്. നമ്മളെ ലോഗോനെ അത്യാവശ്യം നല്ല രീതിയിലാണ് വരുന്നത്. നമുക്ക് എന്തായാലും ടി വി ഓഫ് ചെയ്യാം. നമ്മൾ ഫ്രാങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അതൊന്ന് അവനെ ചെക്ക് ചെയ്യാൻ നോക്കട്ടെ ഗൈസ്, എവിടെയാണ് ഇല്ലത്. പിന്നെ നമ്മൾ ആ പോകുന്നതിന് ശേഷം എന്തായി, എന്നെ കാണാൻ വരികയും ജോണെ നമ്മളെ പോലീസ് പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇതൊന്ന് പോയി നോക്കാം. എന്നെയാണ് ചോദിച്ചത്. നീ മിക്കവാറും ആ ഗോൾഡൻ കാർസിൻ്റെ കേസാണ് അറിയില്ല. ഞാനൊന്ന് പോട്ടെ നമുക്ക്. ആ പോലീസ് പുറത്തുണ്ടെന്നു. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ഗൈസ്. ഇവിടെ പോലീസ് അതവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. വേണ്ടി വരും വേണ്ട. ഇപ്പം സാധാരണ എടുക്കുക ചോദിച്ചിട്ട് അടുക്കുക. ഹലോ സാറേ, എന്താണ് അവൻ്റെ വീട്ടിലൊക്കെ വന്ന് ഫ്രാങ്ക്ലിൻ വിളിച്ചു പറഞ്ഞേ? ഫ്രാങ്ക്ലിൻ, അവൻ്റെ ഫ്രണ്ട് ഫ്രാങ്ക്ലിൻ എന്നാണല്ലേ? ഞാൻ നിന്നെ കാണാൻ നിന്നേനി. ഇപ്പോഴൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായിട്ടും ഇജ്ജാണെന്ന് ഉറപ്പായി. എൻ്റെ പേർക്ക് ഞാൻ വന്നാണ്. ഏത് കേസ് സാറേ? ഒന്നും അറിയാത്ത പോലെ കളിക്കില്ല കേട്ടോ. ഷോറൂമിൽ നിന്ന് മോഷണം പോയതേ ഗോൾഡൻ കാർസാണ്. ഗോൾഡൻ കാർസ് അതിനൊക്കെ ഒരു 100 കോടി വരെ പോലും വരും. ഇത് നീയാ ചെയ്താൽ എനിക്ക് 100% ഉറപ്പാണ്. അതിന് ഞങ്ങൾ ചെയ്യണമെന്ന് ഇത്ര ഉറപ്പുണ്ടോ? അത് മാത്രമല്ല, ആ ലോറി ഡ്രൈവറിൻ്റെ ഷർട്ടും അതേമാതിരി തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ ഗാരേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ഇന്നേ വരെ കാണാത്ത ഒരു ഫോർച്യൂണറും ബുലേറോ, പിന്നെ സ്പ്ലെൻഡർ, ഡ്യൂക്ക് ഒക്കെ മേടിച്ച് വെച്ചു. ഞാൻ എത്ര ദിവസമായിടാ നിൻ്റെ വീട്ടിൽ വന്ന്. ഇന്നേ വരെ കാണാത്ത കാർസ് തരാൻ എൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അപ്പം നീയാണ് ആ പരിപാടി എടുത്തത്. സാറേ, സത്യമായിട്ട് ഞാനല്ല സാറേ, നീ ഒന്നും പറയണ്ട. നീയാണെന്ന് എനിക്ക് നല്ല രീതിക്ക് ഉറപ്പാ സാറേ. സത്യമായിട്ട് ഞാനല്ല. അങ്ങനെ നോക്കി ഞാൻ ഫോൺ നമ്പർ തരാം. സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേത് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടൊക്കെ ഓർമ്മ വരും. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ സംഭവം മറ്റേ ഡ്രസ്സ് ഞാൻ മെല്ലെ കത്തിച്ച്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പം ആ ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കാൻ കഴിയും. അപ്പം ഇന്ന് പർച്ചേസ് ചെയ്തൊന്നുമില്ല. അപ്പം ആ ഷോപ്പിൻ്റെ നമ്പർ സാറിന് അയച്ചെന്ന്. സാറൊന്ന് വിളിച്ചു വെച്ച് നോക്കി. ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സാണ് സാറേ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. പറഞ്ഞൊക്കെ ശരിയാണ്, ഇന്ന് പർച്ചേസ് ചെയ്താൽ. പക്ഷെ ഞാനവിടുത്തെ ക്യാമറ കണ്ടിരുന്നു. അതിനനുസരിച്ചുള്ള ട്രക്കിനെ ഞാൻ ഫോളോ ചെയ്ത് കയറി പോയിരുന്നു. അപ്പോൾ ലെസ്റ്റർ ആൻഡ് ടീം മേക്കിങ്ങാണ്. എനിക്ക് ഉറപ്പാണ് തനി മുടിയൊക്കെ ഉണ്ടാകും. മുടി വെച്ചിട്ട് കാര്യമില്ല. സാറിന് എത്ര പൈസയാണ് വേണ്ടെങ്കിൽ പറഞ്ഞു സാറേ. എനിക്കൊരു 5,000 ഒന്നും വേണ്ട. ഒരു 1 million ആയിട്ട് കിട്ടും. ഞാൻ ആരും അറിയാതെ വെച്ചോണ്ട് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പോയാണ്ടാണ് നമുക്ക് ഡെറ്റ വാങ്ങിയത്. മുഴുവൻ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന്. ഞാനത് പുറം ലോകം അറിയിച്ചു പോകും. അതുകൊണ്ട് എനിക്കൊരു 1 million. ഓക്കെ സാറേ, ഞാൻ മെല്ലെ 1 million എടുത്തിട്ട് വരാട്ടോ സാറേ. ഇവൻ മുഴുവൻ അറിയുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവനല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്. എന്താണോ തോക്കൊക്കെ കൊണ്ട് നല്ല ചോപ്പം താടി ഇരിക്കുന്നു കേസ്. എന്താ അയാൾമെല്ലാം ആകാശത്തൊക്കെ ഒന്ന് വെടിവെച്ച് നോക്കട്ടെ സാറേ. താൻ എന്താടോ വിചാരിച്ച് എന്നെ നോക്കാം? എനിക്ക് 1 million പോയിട്ട് 1 million പോലും ആയില്ല. ഡോ, എന്നെ ഷൂട്ട് ചെയ്ത് നോക്കുക. അപ്പം മനസ്സിലാവും ഞാൻ ആരാന്ന്. എന്നാൽ ഷൂട്ട് ചെയ്ത് എന്താ കാട്ടുക? അടുക്കാൻ കിട്ടുക. അല്ല പിന്നെ ഇങ്ങനെ സാറിന് നമ്മൾ കൊണ്ടുവന്ന് ടോം സാറാണ്
ടംസാറിനെ നമ്മളിങ്ങനെ തീർത്ത് നമുക്ക് ഈ വണ്ടി എടുക്കണ്ട തെളിവിന്. ബോഡി ഏതായാലും നമ്മളെ ഫ്രാങ്ക്ലിന് വലിച്ചോണ്ടേക്കുള്ളൂ. നമുക്ക് ഈ വണ്ടി ഗരേജിക്ക് വെക്കാറുണ്ട് ഗൈസ്. മെല്ലെ ഗരേജിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇതാരും അറിയാതെ പൊത്തി വെച്ച് നടക്കേണ്ടി വരും ഗൈസ്. നമ്മളെ സാറ് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് വണ്ടി ഇറക്കി എന്നിട്ട് ഗൈസ് ആ പൈസക്ക് പിന്നെ പൈസക്ക് മേടിച്ചാൽ കിട്ടും മുഴുവനും പറ്റും മോനെ. നമ്മളാ വണ്ടി ഇന്ന് തന്നെ ഡെലിവറി ചെയ്ത് സ്പെൻഡറൊക്കെ നോക്കിയിട്ട് ഗൈസ്. പിന്നെ അത് നമ്മളെ ഡ്യൂക്ക് പിന്നെ ഫോർച്യൂണർ നമ്മൾ കൊല്ലേണ്ട അവസ്ഥ വന്ന് എന്താണെന്ന് ചോദിച്ചാൽ സംഭവം മൂപ്പര് പൊക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഫോൺ നമ്പർ മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ബോഡി ഏതായാലും ഫ്രാങ്ക്ലിൻ കുഴിച്ചിട്ടോളൂ. ഞാനതിനെ അവിടെ കുഴിച്ചിട്ടു. എന്താ പറ്റിയടാ? എന്താ പറ്റിയെന്നോ? പോയടാ. അയാൾ മുഴുവൻ കണ്ടുപിടിച്ച. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ അങ്ങോട്ട് നൈസായിട്ട് തട്ടിയെന്നോ? എനിക്കിന്ന് പോകേണ്ടി അന്ന് തന്നെ വെച്ച് പോലീസ് കേസ് ഉണ്ടാക്കൂടാ. ഫ്രാങ്ക്ലിൻ പോയിക്കോ, എന്ത് ഞാൻ നോക്കിക്കൊണ്ട്. ഇതിൻ്റെ പേർക്കിലൊരു കേസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നൈസായിട്ട് ടി വി ഒക്കെ ഒന്ന് കണ്ട് റിലാക്സ് ചെയ്ത് ഇരിക്കാം. ഓണാക്ക് ടി വി. അപ്പം നമുക്ക് ഏതായാലും ടി വി ഒക്കെ നമ്മൾ ഓണാക്കി വെച്ച് വല്ല ടി വി ഒക്കെ കണ്ടോ ഞാൻ മെല്ലെ പെടുന്നൊന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടുന്ന് റൂഫൊക്കെ നോക്കിയേക്കാം. നല്ല ചോപ്പ് എന്താ അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ നോക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ചോപ്പ് ഞാൻ വിളിച്ചേക്കാം. അല്ല ചോപ്പ് എന്താണ് ബോസ് നാള് പിടിച്ചതിൻ്റെ പേരിലാണോ സാറന്മാരിങ്ങോട്ട് വന്നേ? അതിൻ്റെ പേരിലാണ് മെല്ലെ തട്ടിയെന്ന്. ബോസൊന്നും പേടിക്കണ്ട. ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും പോലീസ് കയറി അവൻ്റെ ചന്തിയാ കടിച്ച് പൊട്ടിച്ചു. താനൊന്നും ചെയ്യില്ല. താങ്കൾ വന്നേ അടിച്ചോനെ. ചോപ്പിനെ വല്ല അകത്തിടുക ഗൈസ്. ചോപ്പ് വന്നാൽ അവൻ അടിച്ച് പോകും. നമ്മൾ ഇനി പോലീസ് സ്റ്റേഷനിൽ എടുക്കണ്ടേ? ഫ്രാങ്ക്ലിൻ നിന്ന് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും കുഴപ്പമുണ്ടാക്കണ്ട. എന്തായാലും നമ്മളെ ചോപ്പ് ഏതായാലും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അല്ല ഫ്രാങ്ക്ലിൻ ചോപ്പെന്ന് വരുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ അതാ ഏതോ കാർട്ടൂണൊക്കെ ഇട്ടുന്നുണ്ട് ഗൈസ്. ഫ്രാങ്ക്ലിൻ എല്ലാം ഓഫാക്കാൻ വന്നത് എല്ലാം ഒന്ന് ഓഫാക്കി എന്നിട്ട് ഗൈസ്. ഫ്രാങ്ക്ലിൻ ഒന്നും ഇട്ടിട്ട് രസമല്ല. ഓ നമ്മൾ ഫോൺക്കാർ വിളിക്കണ്ടല്ലോ ഗൈസ്. ഇത് പോലീസാണ് സാർ വിളിച്ചോക്കാം ഗൈസ്. അങ്ങനെ പോലീസ് വിളിച്ചെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം സ്റ്റേഷൻ വരെ വരാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ അടിക്ക് പോയി തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോകാം. ചോപ്പ് ഇവിടെ ഇരുന്നോ കേട്ടോ ചോപ്പേ. ഓ ഞാൻ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ പൈനെ നോക്കിയിരുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ പൈനെ നോക്കിയിരുന്നാൽ മതി. ഞാനൊന്ന് അടിക്ക് പോയിട്ട് വരാം. എൻ്റെ ഫ്രാങ്ക്ലിൻ പൈഡ് പോയി റൂമിലെങ്ങനെ പോയോ? റൂമിലില്ല. എന്നാൽ പിന്നെ സ്വിമ്മിങ് പൂളിലുണ്ടാവും ഗൈസ്. വിടൂല്ലേ? അല്ലെങ്കിൽ എന്നാൽ ഇപ്പോൾ റൂമിലുണ്ടാവും. ഈ വീട് വിട്ടും പോകില്ല ഫ്രാങ്ക്ലിൻ. നമുക്കിവിടെ ഹെലിപ്പാഡൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഗൈസ്. ഹൈഡർ എടുത്ത് പോവാം ഗൈസ്. കുറേ ദിവസമായി അണ്ടറൊക്കെ എടുക്കുന്നു. നമുക്ക് ഹെലിപ്പാഡ് തന്നെ എടുത്ത് പോയി യൂസ് ചെയ്യാം. ഒരുപാട് ദിവസമായിട്ട് യൂസ് ചെയ്തിട്ട് ഗൈസ്. നമ്മൾ ഹെലിപ്പാഡ് നമ്മളെ വീട്ടിൽ ആദ്യം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളൊരു അപ്പം ഫ്രീ ആയിട്ട് തന്നാണ് ഹെലിപ്പാഡ്. നമ്മളെ പോലീസുകാരനൊക്കെ അറിയാം. സംഭവം പോലീസ് ചെറിയ കേസിൻ്റെ പേരിൽ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ജോസഫ് സാറ്. ഇപ്പം സാറ് പേരിലാണ് വിളിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. വണ്ടി വില ആവും. ഫ്രാങ്ക്ലിൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നേരെ വിട്ടാം. നമ്മൾ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഗൈസ്. എത്ര ദിവസമായി നമ്മൾ ഹെലികോപ്റ്ററൊക്കെ എടുത്തിട്ട്. അതായത് ഹെലികോപ്റ്ററും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഹെലിപ്പാഡ് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ ഗൈസ്. ഹെലിപ്പാഡ് ഏതായാലും നമ്മളിവിടെ വെച്ചെന്ന്
നമുക്ക് ഓ സംഭവം നമുക്ക് സൂപ്പർ സെമ്പിൻ്റെ ഇതുണ്ട് കേട്ടോ ഇവിടെ ഇട്ട് ആരെങ്കിലും ലോക്ക് ചെയ്യാം. ഡോർ ഓപ്പൺ അല്ല. വൈപ്പനെ ഇവിടേക്ക് സെൻട്രൽ ജയിലേക്ക് വഴിയുണ്ട്, പക്ഷെ അത് ഓപ്പൺ അല്ല കേട്ടോ. ഓപ്പണാണ് കേട്ടോ. നമുക്ക് ഏതായാലും ഹലോ സാറിൻ്റെ അടുത്ത് പോവാം. സാറാണ് വിളിച്ചിരുന്നു. ഹലോ സാർ, എന്തിനാ നമ്മൾ വിളിച്ചിനി? നമ്മളെ ജോസഫ് സാറ് തന്നെ അന്വേഷിച്ചിനി. ആ കേസിനെ തനിക്ക് എന്തോ ഒരു ബന്ധമുണ്ട് വന്ന് എനിക്കെന്തോ ഞാൻ ജോസഫ് സാറിന് ഇതൊക്കെ ഒന്ന് നോക്കി ഡ്രസ്സൊക്കെ നോക്കി പറഞ്ഞ സാറാ രാവിലെ നമ്മളെ വീട്ടിൽ പോയി ചെയ്തു കേട്ടോ. ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ CCTV ഫുട്ടേജ് തരാം കേട്ടോ. CCTV ഫുട്ടേജ് ഫുൾ ചെക്ക് ചെയ്തോളൂ സാറേ. സംഭവം നല്ല എഡിറ്റ് ചെയ്ത് കേട്ടോ. ജോസഫ് സാർ അങ്ങോട്ട് പോണ പോലെ തട്ട പൊറുക്കണേ ഒന്നുമില്ല സാറേ. സാറൊന്ന് നോക്കി സാറിൻ്റെ അടുക്ക് ഒന്ന് സംസാരിച്ചൊക്കെ ചെയ്ത്. സംഭവം എൻ്റെ ഈ ഷർട്ടാണ് നിങ്ങൾക്ക് സംശയം. കാരണം അയാൾ ഇട്ടുകൊണ്ടിരുന്ന ഷർട്ടിനി ലോറിക്കാരെ. സാറേ ഞാൻ ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ബില്ലെടുക്കാൻ കാണിച്ച ഒന്ന് പർച്ചേസ്. അപ്പോൾ താൻ പോയിക്കോ. സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വിളിക്കുക. കാരണം ഇതൊരു വല്ലാത്ത കേസാണ്. സാറേ ഓക്കെ സാറേ. സംഭവം പറയാൻ നമ്മളൊരു ദിവസം വന്ന് വെച്ചാണ് കേട്ടോ. താനൊന്ന് നിന്നേ. താൻ ജോസഫ് സാർ വന്നേന്നോ? എന്നിട്ട് രാവിലെ തൊട്ട് ജോസഫ് സാർ ഇങ്ങോട്ട് വന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല സാറേ. ഞാൻ സാറ് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു. ചിലപ്പോൾ മുപ്പര് വീട്ടിൽ പോയിട്ടാവും. ജോസഫ് സാർ എങ്ങാനും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ തന്നെ പിടിച്ച് പോലീസ് ജയിലിലാക്കട്ടോ. ഓക്കെ. ഇപ്പം ഏതാ നമ്മൾ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോയിട്ട് നമ്മൾ ജയിൽ പുള്ളികൾക്കൊക്കെ വെച്ചൊരു ഏരിയയാണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ മുള്ളില്ല. അടക്കം മുള്ളുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ മാത്രം മുള്ളില്ല ഗൈസ്. എന്താന്ന് ആർക്കറിയില്ല. അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നേരെ ഇനി ഹെലികോപ്റ്റർ എടുത്ത് പോവാം നമ്മളെ വീട്ടിലേക്ക്. അപ്പം നേരെ ഹെലികോപ്റ്റർ എടുത്ത് വീട്ടിൽ പോകട്ടെ ഗൈസ്. എന്താ ലൈഫ്, റിച്ച് ലൈഫ് ഹെലികോപ്റ്ററിലൊക്കെ വരുന്നത് ഗൈസ്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ട് ഗൈസ് ഏതായാലും താഴേക്ക് ചാടിയേക്കാം. അപ്പം നമ്മൾ ഫ്രൈങ് വിളിച്ചു കേട്ടോ. ജോസഫ് സാറിൻ്റെ പേരിലാണ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ വെയിറ്റുമ്പോൾ ഓരോ പണിൻ്റെ എൻ്റെ ഒരിക്കലും തന്നെ ബാധിക്കൂല. നീ വന്നാൽ ഞാൻ ഓരോ തീർത്തടിടും. അപ്പം എനിക്കിപ്പോഴാണ് ഫൈറ്റ്. അപ്പം എനിക്ക് തിരിച്ച് പോകേണ്ടിനി. സോംബീസൊക്കെ അടുത്ത് പോയി എന്നാണ് പറഞ്ഞത്. എന്നാ പോയിക്കോട്ടോ. ഓക്കെ ബ്രോ, ഞാൻ പോവാണ്. പിന്നെ നമുക്ക് ഇനി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ രസം കാണാം. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം, ഒന്ന് മറക്കരുത്. ഓക്കെ, നമുക്ക് താറിലാണ് പോവാം. എനിക്ക് താറിനോടാണ് ഇഷ്ടം. അപ്പം താറിലാണ് പോവാം. അവരൊക്കെ ഫ്ലൈറ്റിലെത്തി എന്നാണ് പറഞ്ഞത്. എയർപോർട്ട് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കും ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് പോയാലോ? പോവാം. ഞാൻ താറിലൊക്കെ പാക്കേജ് ചെയ്തു. താറിലാണ് പോകണം ഉറപ്പുണ്ട്. ഇനി പോയ അപ്പോൾ ഏതായാലും നമുക്ക് താറെടുത്ത് പോകാം. നമ്മളെ ഫ്രങ്കും ബ്രോ വന്ന് കയറിക്കോളും. ബ്രോ വന്ന് കയറിക്കും ബ്രോ. അപ്പം നമ്മൾ ഫ്രങ്ക് ബൈ വന്ന് കയറിണ്ടിട്ട് പോയി. ബ്രോ വണ്ടിക്ക് പോയി. ഓപ്പൺ ദ ഡോർ. ഇപ്പം ചോപ്പിനോടൊക്കെ പറഞ്ഞു കോപ്പിനോ. ഇപ്പം ചാർലി എന്നാണ് കേട്ടോ ഗൈസ് നമുക്ക് ഡോഗിനെ ഇട്ടത്. പക്ഷെ നമ്മളെ GTA 5 ചോപ്പിനെ ഓർത്ത് ചോപ്പ് എന്നായി പോയി വിളിച്ചു പോകാൻ കേട്ടോ ഗൈസ്. എന്താണ് അറിയില്ല ഗൈസ്.
ഏകീകൾ കൂടാതെ വണ്ടി ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞ ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്താണ്. നമുക്ക് ഇങ്ങോട്ടല്ല വണ്ടി ഇങ്ങോട്ടല്ലേ പോവാം. നമ്മളെ ഫോണിക്ക് പിന്നെ വിളിക്കുന്നുണ്ട് കേസ്. പോലീസ് അണ്ടർ അറസ്റ്റ് എന്നൊക്കെ മെസ്സേജ് ഇട്ടുന്ന കേസ്. നമുക്ക് നേരെ വിട്ടാം. കാരണം ഇനി ഇവിടുന്ന് പോലീസ് എന്തായാലും നമ്മളെ പിടിക്കും. അപ്പോൾ നമുക്ക് നേരെ വിട്ടാം കേസ്. നമുക്ക് താറാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിട്ടുപോയി. കാരണം പോലീസാണ് ഫുള്ള് 5 സ്റ്റാറാണ് കേട്ടോ കേസ് നമുക്ക് വാണ്ടർ ലെവൽ കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ താറ നമ്മൾ വിട്ടു പോയേക്കാണ്. നമ്മൾ നേരെ അവനെ എയർപോർട്ട് ആക്കി. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഓരോ വണ്ടി മേലെ ഉണ്ടാവുള്ളൂ. ജോബല്ലേ ബ്രോ, സൈക്ക് ബ്രോ. അപ്പോൾ നമ്മൾ ഏതായാലും നേരെ പോണ എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൽ പോയിട്ട് കാണാം കേട്ടോ ഗൈസ്. അവനാണ് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഓരോരുത്തരും കുറച്ച് ദിവസം വില്ലേജ് കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്താണ് ഫ്രണ്ട് പോയി അങ്ങനെ ആയാൽ മതി. ഫ്രണ്ട് പോയി പറഞ്ഞുകൊണ്ട് കാര്യം, അല്ലെങ്കിൽ ആ വില്ലേജ് നിൽക്കില്ല സാധാരണ. എന്നിട്ട് നമ്മളെ വീട്ടിൽ പോയാൽ മതി. ഫ്രാങ്ക്ലിൻ ബൈനെ ഇവിടെ ഇറക്കിടാം. അപ്പോഴത്തേക്ക് നമ്മളെ ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് എത്തിയെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോ ജോണേ എനിക്കുമാണോ ഇങ്ങനത്തെ ഒരു 100 എനിക്ക് ഇഷ്ടപ്പെട്ട 100 എന്നാൽ ബ്രോ കൊണ്ടേക്കോ. വേണ്ട, ഞാൻ സിറ്റിയിലൊന്ന് ഓർഡറാക്കി വെച്ചിരുന്നു. വണ്ടി എടുത്തു തന്നെ ഒരു വ്യത്യാസമില്ല. ഓ സെറ്റ് ബ്രോ. ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർഡറാക്കി വെച്ചിരുന്നു. ഓ ഇത് പൈസല്ല ഇനി അതിന്. അപ്പോൾ ബാക്കിയുള്ളവരെത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്രാങ്ക് ബൈ പോവല്ലേ? പോവാണ് ജോണേ, പോവാണ്. അപ്പം നമ്മൾ ഇന്നലെ കാണും. നീ ഒരു ദിവസം ഇങ്ങോട്ട് വരിക, നോക്കട്ടെ വരാൻ കഴിയെങ്കിൽ വരും. എനിക്ക് CPM പോയി പണിൻ്റെ ആവശ്യമല്ലേ. ഞാൻ ജോണെന്നുള്ള പേരിലാണ് ജീവിക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.